ആദ്യമേ തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഫെൻസി ഫെലിക്സ് സുബിൻ. ഞാൻ വരുന്നത് ബഹ്റൈനിൽ നിന്നാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് സുബിൻ. സുബിൻ സെറ്റിൽഡ് ആയിരിക്കുന്നത് മുംബൈയിലാണ്. അതിന് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. 2020 ജനുവരി 20 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമേ ഞങ്ങൾക്ക് പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോൾ 2021 സെപ്റ്റംബറിലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ പ്രഗ്നൻസി വന്നപ്പോഴത്തേക്കും ഫസ്റ്റ് സ്കാനിങ്ങിൽ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ സ്കാൻ ചെയ്യാനായിട്ട് പോയപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അത് മിസ്ഡ് അബോർഷനിലേക്ക് പോയി. ശേഷം ഞങ്ങൾക്കത് അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു സീരിയസ്നെസ് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ബാക്ക് ടു ബഹ്റൈൻ പോയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ വേണ്ടി ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ലാതെ ഞങ്ങൾ ഒരു ഡോക്ടറിനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവറിയിൽ കുറച്ച് സിസ്റ്റ് ഉണ്ട്, PCOD ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കത് ഒരുപാട് ബുദ്ധിമുട്ടായി. പിന്നെ ഞങ്ങൾ ജനുവരി 2023 ജനുവരിയിൽ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഡോക്ടറിനെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു സർജറി ചെയ്യുവാണെങ്കിൽ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറി മുംബൈയിൽ വന്നപ്പോൾ ഞങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ ബാക്ക് ടു ബഹ്റൈനിലേക്ക് പോയതിന് ശേഷം എനിക്ക് കൃപാസനത്തിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഞാൻ അതുള്ള കാര്യത്തെപ്പറ്റി എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവായിരുന്നു. അപ്പം എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. US യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ ടൈം സോഷ്യൽ മീഡിയയിലേക്ക് ഒരു അഡിക്റ്റ് എന്ന് തന്നെ പറയും. ഞാനിങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു ഫേസ്ബുക്ക്. അങ്ങനെ എപ്പോഴോ 1-2 സാക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ആരുടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു കുഞ്ഞുണ്ടായ ഒരു സാക്ഷ്യം പെട്ടെന്ന് എന്നെ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്താണിതെന്നുള്ളത് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ കൃപാസനം ജോസഫ് അച്ഛൻ്റെ പ്രൊഫൈലിലേക്ക് കയറി നോക്കി. ദെൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും ഇങ്ങനെ സാക്ഷ്യം, ഉടമ്പടി അങ്ങനെ ഒരു കാര്യങ്ങൾ പറ്റി പറഞ്ഞു. പക്ഷേ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഒരു പ്രാവശ്യം കണ്ടു. അങ്ങനെ സാക്ഷ്യത്തിനകത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റി. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുക്കുക എന്നുള്ളതിനെപ്പറ്റി ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാനൊരു ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെന്നാൽ ഓൺലൈൻ ഉടമ്പടി ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ വന്നു. ദെൻ ഞങ്ങൾ അങ്ങനെ മെയ് 14 ഞങ്ങൾ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങൾ കൃത്യം 5:30 ആയപ്പോൾ തന്നെ എഴുന്നേൽക്കാൻ തുടങ്ങി. രാവിലെ ആദ്യമേയൊക്കെ ലേറ്റായിരുന്നു, പിന്നീട് നമ്മൾ മുന്നോട്ട് കറക്റ്റ് ടൈമിലേക്ക് വന്നു. അങ്ങനെ പിറ്റേ മാസം ഞങ്ങൾ പ്രഗ്നൻസിയുടെ ടെസ്റ്റ് ചെയ്തപ്പം ആ മന്തിൽ തന്നെ ഞാൻ ഫസ്റ്റ് പ്രഗ്നൻ്റായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഓരോ പ്രാവശ്യം ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ഓരോ മന്തിൽ ചെയ്തപ്പോഴും ഭയങ്കര നെഗറ്റീവായിരുന്നു. പക്ഷേ ആ മന്തിൽ ഞാൻ ഉടമ്പടി എടുത്ത ആ മാസം തന്നെ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഭയങ്കര തിന്നായിട്ടുള്ളൊരു പോസിറ്റീവ് ലൈനായിരുന്നു ഞങ്ങൾക്ക് വന്നത്. ദെൻ ഞങ്ങൾക്ക് അതിനുശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് ഫസ്റ്റ് സ്കാനിങ് കഴിയാതെ ഡോക്ടർ പറഞ്ഞു ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ ചെന്ന് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ട്. അത് തന്നെ ഞങ്ങൾക്കൊരു സമാധാനമായിരുന്നു. ശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലീഡിങ് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ബഹ്റൈനിൽ തന്നെയാണ്, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഒരുപാട് ഒന്നും സ്ട്രെസ് ചെയ്യാനോ ബുദ്ധിമുട്ട്, വീട്ടിൽ ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. ഹസ്ബൻഡ് ജോലിക്ക് പോകും. ദെൻ നമ്മൾ അവിടുന്ന് ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് വന്നു. ഒരു ആഴ്ചയിൽ ഞങ്ങളൊരു 4-5 ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നത്. ശേഷം ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു, എൻ്റെ 4th മന്ത് സ്കാനിങ്ങിൽ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എനിക്ക് സെർവിക്കൽ ലെങ്ത്ത് കുറവാണ്, സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡെലിവറി നടക്കാം, എനിക്ക് ഒട്ടും മൂവ് ചെയ്യാനോ എടുക്കാനോ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5th മന്ത് നമ്മൾ ബഹ്റൈനിലൊക്കെ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. നമ്മളെ പ്രൈവറ്റിൽ പോകാനായിട്ട് നമുക്ക് പറ്റത്തില്ല എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പം അവിടുത്തെ ഗവൺമെൻറ്റിൽ നമ്മൾ ചെല്ലുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനായിരുന്നു. അങ്ങനെ 5th മന്തിൽ ഞങ്ങൾക്ക് ഒരു സർജറി വീണ്ടും ചെയ്യാനായിട്ട്
പറ്റി അവിടെ വെച്ച് തന്നെ. അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ 5th മന്തിൽ ഒരു ആഴ്ചയിൽ ഞാൻ ധ്യാനം കൂടുന്ന ഒരു സമയത്ത് ജോസഫ് അച്ഛൻ എടുത്തു പറയുകയുണ്ടായി, ഫെലിക്സ് എന്നൊരാളെ രോഗസൗഖ്യം നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത്. അത് ഉറപ്പായിട്ടത് എന്നെ തന്നെയാണെന്ന് എനിക്കത് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാനത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഫുൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഓരോ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് പോകാമെന്ന് വെച്ചത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് വീണ്ടും ഡോക്ടർ പറഞ്ഞു, എപ്പം വേണമെങ്കിലും ഡെലിവറി നടക്കാം, എന്തും സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ ഒത്തിരിയും കെയർഫുള്ളായിട്ടിരിക്കണം. അങ്ങനെ എൻ്റെ അമ്മ ബഹ്റൈനിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ അമ്മയുടെ സഹായത്തോടെ ഞങ്ങൾ അങ്ങനെ നിന്ന് 2024 ഫെബ്രുവരി 18 എനിക്കൊരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ പറ്റി. അവനെ ഞങ്ങൾ സാവിയോ മാരിയോ സുബിൻ എന്നാണ് പേരിട്ടേക്കുന്നത്. അത് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞങ്ങൾ ഡെലിവറിയുടെ ടൈമിൽ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടറിനെ എമർജൻസി ആയിട്ട് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷനായിരുന്നു. കാരണം ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. പുതിയൊരു ഡോക്ടറിനെ സംബന്ധിക്കുമ്പോഴത്തേക്കും അത് ഒത്തിരി ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേറെ 2 ഡോക്ടേഴ്സ് അതേസമയം അവൈലബിൾ ആയിട്ട് കിട്ടി. അങ്ങനെ ഡെലിവറി എനിക്ക് ഒത്തിരി അനുഗ്രഹമായിട്ട് തോന്നി. ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഒരുപാട് ജോലിക്കകത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ കൂടി എല്ലാ ആഴ്ചയിലും ധ്യാനം ഷെയർ ചെയ്ത് തരാനേ സംഭവിച്ചുള്ളൂ. പിന്നെ നമ്മൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് കൂടുതലായിട്ടും എനിക്ക് എങ്ങും പോയി വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യേണ്ട കുറച്ച് പേരെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്നിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ഇന്നലെ മോർണിംഗ് ആണ് ഞങ്ങൾ ബഹ്റൈനിൽ നിന്ന് വന്നത്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുകയാണ്. എൻ്റെ വീട് ഇടുക്കിയിലാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ഈ ഉടമ്പടി എടുത്ത് കേരളത്തിൽ എന്ന് വന്നാലും ആദ്യമേ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിൽ പോകുന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വന്ന് നിൽക്കുകയാണ്. അതിന് ഒരുപാട് അമ്മയോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്കിത് മതിയാവത്തില്ല. കാരണം എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആവാത്തത്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് എൻ്റെ മനസ്സിൽ നിന്ന് എനിക്കത് മാറുന്നില്ല. ഒരു ഫംഗ്ഷന് പോയ ടൈമിൽ എൻ്റെ തന്നെ റിലേറ്റീവായിട്ടുള്ള 2 പേരാണ്. അവർ എന്നോട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഫെൻസിക്ക് ദൈവാനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് പ്രഗ്നൻ്റ് ആവാത്തതെന്നുള്ളത്. അതെനിക്ക് ഒത്തിരി വിഷമമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് സഹായിച്ച അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് നന്ദി. സ്നേഹം നിറഞ്ഞവരെ, ഫെൻസി സുബിൻ എന്ന സഹോദരിയാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, ഒരു കുഞ്ഞുണ്ടാകുവാനായിട്ട് ഉണ്ടായ തടസ്സങ്ങളിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും സഹായവും ഈ സഹോദരിക്ക് ലഭിച്ചുവെന്ന്. സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ തടസ്സങ്ങളിലും ഈ സഹോദരി പ്രാർത്ഥനയോടുകൂടി നേരിടുകയും ഉടമ്പടിയിലെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ചെയ്യുകയും വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവം ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്ന വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഈ നിമിഷം ഈ സഹോദരിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും കേട്ടത്. അതിൻ്റെ നന്ദി സൂചകമായിട്ട് അവർ വിദേശത്തു നിന്ന് നേരെ ഇവിടേക്ക് വന്നുകൊണ്ട് സാക്ഷ്യം പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് അവർ ഭവനത്തിലേക്ക് കടന്നു പോകുന്നത്. വിശ്വാസത്തോടുകൂടി ഒരു വ്യക്തി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തന്നെ സമർപ്പിക്കുമ്പോൾ, തൻ്റെ കുടുംബത്തെ സമർപ്പിക്കുമ്പോൾ, ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസം നവീകരിക്കുമ്പോൾ ആ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യം കാനായിലെ കുടുംബത്തിൽ എപ്രകാരമാണ് ഉണ്ടായത് അതുപോലെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ വേദനയിലും ഇവരുടെ കഷ്ടപ്പാടിലും ഇവർ അനുഭവിച്ച ഓരോ സഹനത്തിൻ്റെ സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യം ഉണ്ടായതിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.